Hey all, today we are dealing with the topic bacterial genome and methods involved in the transfer of genetic material in bacteria. So നമുക്ക് അത്യാവശ്യം ഫെമിലിയർ ആയിട്ടുള്ളതും നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതായിട്ടുള്ള ഒരു ടോപ്പിക്കാണിത്. സോ വി ക്യാൻ ഗോ ടു ഇറ്റ് വിത്തൗട്ട് മച്ച് ഡിലേ. സോ വാട്ട് ഈസ് എ പ്രൊകാരിയോട്ട്? കാരിയോട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇറ്റ് മീൻസ് ദാറ്റ് ഇറ്റ് ഇസ് ന്യൂക്ലിയസ് ഓർ സംതിങ് വിച്ച് റിലേറ്റ്സ് ടു ന്യൂക്ലിയസ്. And prokaryote means primitive nucleus. ആദ്യമുള്ള nucleus, that is the primitive nucleus. And the cell of the prokaryote is not well defined as eukaryote. We know that there is not a separation between cytoplasm and nucleoplasm. It is intermixed together. So we use a term called nucleoid to denote their cell structure. And ഇത് എന്ന് പറയുന്നത് അതായത് ഒരു ന്യൂക്ലിയോയിഡ് ഒരു പ്രൊകാരിയോട്ടിൻ്റെ ന്യൂക്ലിയോയിഡ് ഇസ് മച്ച് ലെസ് കോംപ്ലെക്സ് ദാൻ എ യൂകാരിയോട്ടിക് സെൽ സോ ദാറ്റ് വി ആർ യൂസ് ടു സ്റ്റഡി ഇറ്റ് മോർ ദാൻ എ യൂകാരിയോട്ട്. കാരണം യൂകാരിയോട്ടിൻ്റെ ഭയങ്കര കോംപ്ലെക്സ് ആണ്, വളരെ കോംപ്ലെക്സ് ആയിട്ടുള്ള സ്ട്രക്ചറാണ്. സോ മച്ച് ഈസിയർ ആയിട്ടുള്ള സ്ട്രക്ചർ പ്രൊകാരിയോട്ടിൻ്റെ ആയതുകൊണ്ട് നമ്മൾ കൂടുതൽ DNA സീക്വൻസിങ്ങിനും കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എപ്പോഴും ഒരു പ്രൊകാരിയോട്ടിക് സ്ട്രക്ചർ ആയിരിക്കും. ആൻഡ് പ്രൊകാരിയോട്ട്സ് ആർ മോണോപ്ലോയിഡ്. നമുക്കറിയാം മോണോപ്ലോയിഡ്, ഡിപ്ലോയിഡ്, ട്രിപ്ലോയിഡ്. അപ്പോൾ വൺ സെറ്റ് ഓഫ് ജീൻ കോപ്പി ആണുള്ളത്. സോ ദാറ്റ് ഇസ് മോണോപ്ലോയിഡ്. ആൻഡ് നെക്സ്റ്റ് പറയുന്നത് ഇതിന് ഏറ്റവും ഗുഡ് എക്സാമ്പിളായിട്ട് നമ്മൾ എപ്പോഴും എടുക്കാറുള്ളത് ഇക്കോളൈ ആണ്. ഇക്കോളൈ ക്രോമസോംസും ഇക്കോളൈനും നമ്മൾ ബയോടെക്നോളജിയിൽ ഒത്തിരി കാര്യങ്ങളിൽ ഉപയോഗിക്കാറുള്ള ഒരു ബയോടെക്നോളജിക്കൽ എക്സ്പെരിമെൻറ്റ്സിൽ നമ്മളെപ്പോഴും ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ജീനോം, പ്രൊകാരിയോട്ടിക് ജീനോം എന്ന് പറയുന്നത് ഇക്കോളൈൻ്റെ ആണ്. സോ ഇക്കോളൈൻ്റെ സ്ട്രക്ചർ നമ്മളിനി കുറച്ചും കൂടി ഡീപ്പായിട്ട് പഠിക്കുന്നുണ്ട്. സോ യാ, then genome organization in prokaryote. Prokaryote first ഞാൻ പറഞ്ഞ പോലെ it doesn't have a well differentiated boundary between nucleus and cytoplasm. Genome എന്ന് പറയുന്നത് സിമ്പിൾ ഓർഗനൈസേഷൻ ആണുള്ളത്. ജീൻസ് യൂഷ്വലി ഡു നോട്ട് ഹാവ് ഇൻട്രോൺസ് ആൻഡ് ഹിസ്റ്റോൺ പ്രോട്ടീൻസ്. അപ്പോൾ ഇൻട്രോൺസും നോൺ കോഡിംഗ് റീജിയൻസ് ഒന്നും ഇല്ല, എല്ലാം എക്സ്ട്രോൺസ് ആണ്, എല്ലാവരും എക്സ്ട്രോൺസ് ആണ്. അതുപോലെ ഹിസ്റ്റോൺ പ്രോട്ടീൻസ് പ്രസൻറ്റ് അല്ല. സർക്കുലർ ഡബിൾ സ്ട്രാൻഡഡ് DNA മോളിക്യൂൾസ് ആണ്. മേ ബി ലീനിയർ മോളിക്യൂൾസ് ഇൻ സം മേജർ ഗ്രൂപ്പ്സ്. അപ്പോൾ ചിലതിൽ ലീനിയർ ഗ്രൂപ്പ്സ് ഉണ്ടായിരിക്കും. മോസ്റ്റ് പ്രോബബ്ലി ദേ വുഡ് ബി സർക്കുലർ ഡബിൾ സ്ട്രാൻഡഡ് DNA. ഓക്കെ, ഇനി സൂപ്പർ കോയിലിംഗ് ആണ്. കാരണം അത്രയും കോമ്പാക്ട് ചെയ്ത് വെച്ചാലാണ് ആ ഒരു ചെറിയ ആകെ ഒരു യൂണിസെല്ലുലാർ ഓർഗാനിസം ആണ്. അതിൻ്റെ ഉള്ളിൽ അതിന് ജീവിക്കാനുള്ള കാര്യങ്ങളെല്ലാം അത്രയും കോമ്പാക്ട് ചെയ്ത് വിത്തൗട്ട് ഇൻട്രോൺസ്. അതാണ് ഒരു സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. ഇൻട്രോൺസ് ഒന്നും ഇല്ല, നോൺ കോഡിംഗ് റീജിയൻസ് ഇല്ല. കാരണം അത്രയും കൺസേർവ്ഡ് ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട്, അത്രയും സ്പേസ് വെറുതെ കളയാതിരിക്കാൻ വേണ്ടിയിട്ട് എക്സ്ട്രോൺസ് മാത്രം ഭയങ്കര സൂപ്പർ കോയിൽഡ് കോമ്പാക്ട് അറേഞ്ച്മെൻറ്റിലാണ് വെച്ചിട്ടുള്ളത്. സോ ദാറ്റ് കൺസർവേഷൻ മെത്തഡോളജി യൂസ് ചെയ്തിട്ട് നമുക്ക് എല്ലാത്തിനും വേഗം എക്സ്പ്രസബിൾ ആയിട്ടുള്ള ജീനുകളായിട്ട് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആ ഒരു ബാക്ടീരിയയുടെ ഡയഗ്രത്തിൻ്റെ അവിടെ റിമെമ്പർ എന്ന് കാണിച്ചിട്ടുണ്ട്. ഒരു ബാക്ടീരിയയുടെ ക്രോമസോം ഉണ്ട്, ഒരു എക്സ്ട്രാ ക്രോമസോമൽ ജീനും അവിടെ കാണാൻ നമുക്ക്. സോ ഈ എക്സ്ട്രാ ക്രോമസോമലായിട്ട് കാണുന്ന സംഭവങ്ങളെയാണ് നമ്മൾ ഒന്നില്ലെങ്കിൽ പ്ലാസ്മിഡ്സ് എന്ന് പറയും, അല്ലെങ്കിൽ എപ്പിസോംസ് എന്ന് പറയും. പ്ലാസ്മിഡ്സ് എന്ന് പറഞ്ഞാൽ സൈറ്റോപ്ലാസത്തിൽ കാണുന്നതാണ്, അതാണ് ആ സ്ട്രക്ചർ കാണിച്ചിട്ടുള്ളത്. ഇനി എപ്പിസോംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്ലാസ്മിഡ്സ്, അതായത് സൈറ്റോപ്ലാസത്തിൽ, അതായത് നമ്മൾ പറഞ്ഞു സൈറ്റോപ്ലാസം വെൽ ഡിഫൈൻഡ് അല്ല, ബട്ട് വെരി ഡിസ്റ്റൻറ്റ് ഫ്രം ദ ന്യൂക്ലിയസ് ഏരിയ ആകുമ്പോഴാണ് നമ്മൾ പ്ലാസ്മിഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. ആ ഒരു പ്ലാസ്മിഡിൽ നിന്ന് ആ ഒരു ജീൻ, ആ പ്ലാസ്മിഡിലത്തെ ജീൻ നമ്മുടെ ന്യൂക്ലിയർ ജീൻ അല്ലെങ്കിൽ ബാക്ടീരിയൽ ക്രോമസോമായിട്ട് ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട് ഇരിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ ഇൻറ്റഗ്രേറ്റഡ് ആയി മാത്രമാണ് ഇരിക്കുന്നത്. സ്റ്റിൽ ഇറ്റ് ഈസ് ഫ്രം ആൻ അനദർ ഏരിയ. ഇറ്റ് ഈസ് എ ജീൻ ഫ്രം അനദർ ഏരിയ, നോട്ട് ഇൻ ദ ബാക്ടീരിയൽ ക്രോമസോം. അതാണ് എപ്പിസോംസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് പ്രസന്റ് ഇൻ ദ ന്യൂക്ലിയസ് ഇസ് ഇൻറ്റഗ്രേറ്റഡ് വിത്ത് ക്രോമസോമൽ DNA. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു ഇക്കോളൈ ആണ് ഇതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് എക്സാമ്പിളിന്. സോ അതിൻ്റെ ജീനോം എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കണം. അതിൽ പോയിന്റ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. 89% കോഡിംഗ് ഏരിയാസ് ആണ്, 4285 genes present, 122 structural RNA genes ഉണ്ട്, ഓപ്പറോൺ, പോളിസിസ്ട്രോണിക് ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ്സ് ആണുള്ളത്, ഹാപ്ലോയിഡ് സർക്കുലർ ജീനോം ആണുള്ളത്, സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആണുള്ളത്. അപ്പം ഇതൊക്കെ നമ്മൾ ശരിക്കും ന്യൂമറിക്സ് പഠിക്കേണ്ടത് തന്നെയാണ്. കാരണം 89% കോഡിംഗ് റീജിയൻ ആണുള്ളത്. ഇത്രയും ജീൻസ് ഇതിൽ പ്രസന്റ് ആണ്. 122 സ്ട്രക്ചറൽ RNA ജീൻസ് 122 ആണ് പ്രസന്റ് ആയിട്ടുള്ളത്. പിന്നെ പോളിസിസ്ട്രോണിക്, അപ്പോൾ നമുക്കറിയാം മോണോസിസ്ട്രോണിക്കും പോളിസിസ്ട്രോണിക്കും എന്താണെന്ന് നമുക്ക് അറിയാം. അപ്പോൾ പോളിസിസ്ട്രോണിക് യൂണിറ്റ്സ് ആണ് അവിടെ ഉള്ളത്. പോളിസിസ്ട്രോണിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു mRNA നിന്ന് തന്നെ നമുക്ക് പല തരത്തിലുള്ള പ്രോട്ടീൻസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും യൂസിങ് ഡിഫറെൻറ്റ് ഓർ ആൾട്ടർനേറ്റ് കോമ്പിനേഷൻസ് യൂസ് ചെയ്തിട്ട് നമ്മൾ പല പല പ്രോട്ടീൻസിനെയാണ് ഉണ്ടാക്കുക. അതായത് മോണോസിസ്ട്രോണിക് എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിലൊക്കെ ഉള്ള പോലെ, അതായത് ഒരു mRNA സീക്വൻസ് യൂസ് ചെയ്ത് ഒരു പ്രോട്ടീൻ ഉണ്ടാക്കുക. ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾട്ടർനേറ്റ് കോമ്പിനേഷൻസ് വെച്ചിട്ട് ഒരു mRNA സീക്വൻസിൽ നിന്ന് പല രീതിയിൽ, ഇപ്പം ABC എന്ന് പറഞ്ഞ പോർഷൻസ് ഉണ്ടെങ്കിൽ AB വെച്ചിട്ട് ഒരെണ്ണം ഉണ്ടാക്കാം, BC വെച്ച് ഒരെണ്ണം ഉണ്ടാക്കാം, Aയും Cയും വെച്ച് ഒരെണ്ണം ഉണ്ടാക്കാം എന്നുള്ളൊരു സെറ്റപ്പിലാണ് പോളിസിസ്ട്രോണിക് ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ്സ് വരുന്നത്. സെക്ഷൽ ആണ്. ട്രാൻസ്ക്രിപ്ഷൻ ആൻഡ് ട്രാൻസ്ലേഷൻ ടേക്സ് പ്ലേസ് ഇൻ സെയിം കമ്പാർട്ട്മെൻറ്റ്. അപ്പം സൈമിൾട്ടേനിയസ് ആയിട്ടാണ് ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും നടക്കുന്നത്.
Next is biology of E. coli. E. coli എന്ന് പറയുന്നത് we had already discussed that this is one of the most widely studied prokaryotic model organism, and it is very important organism in the field of experimental science, especially in biotechnology and microbiology, where it serves as a host organism for majority of the works with recombinant DNA. അപ്പോൾ ഒത്തിരി കാര്യങ്ങൾക്ക് ഈ ഒരു E. coliനെയാണ് നമ്മൾ യൂസ് ചെയ്തിരുന്നത്, ബിക്കോസ് ഇറ്റ് ഈസ് വെരി കോസ്റ്റ് ഇഫക്റ്റീവ് ആണ്. നമുക്കധികം ടൈം കൺസ്യൂമിങ് അല്ല. അവരെ റീപ്രൊഡ്യൂസ് ചെയ്യാനാണെങ്കിലും അവരുടെ റിസൾട്ട്സ് കിട്ടാനാണെങ്കിലും കോംപ്ലക്സിറ്റീസ് കുറവാണ് എന്തിനെ വെച്ച് നോക്കുമ്പോഴും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കോളനിയാണ് കൂടുതൽ പ്രിഫർ ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ്, ദ സെൽസ് ആർ ടിപ്പിക്കലി റോഡ് ഷേപ്ഡ് ആൻഡ് ദേ ഹാവ് എ എബിലിറ്റി ടു ലീവ് ആൻഡ് വൈഡ് വെറൈറ്റി ഓഫ് സബ്സ്ട്രേറ്റം. അതായത് അത് തന്നെയാണ് നമ്മൾ ഈ കുറേ എക്സ്പെരിമെൻറ്റ്സിന് യൂസ് ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് കുറേ ക്രൈറ്റീരിയാസ് ഇല്ല. ഇങ്ങനെ ഉണ്ടെങ്കിലേ അവർ വളരൂ, അല്ലെങ്കിൽ ഇന്ന റിക്വയർമെൻറ്റ്സ് ഉണ്ടെങ്കിലേ അവർ നല്ല രീതിയിൽ റിപ്രൊഡ്യൂസ് ചെയ്യൂ. അങ്ങനെ ക്രൈറ്റീരിയാസ് ആൻഡ് റിക്വയർമെൻറ്റ്സ് കുറവാണ്. ഈസിയാണ് നമുക്കത് ചെയ്യാനെന്നുള്ളത് കൊണ്ടാണ് നമ്മൾ കൂടുതലും ഈ കോളൈനെ തന്നെ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ പലതരത്തിലുള്ള സബ്സ്ട്രേറ്റ്സിൽ അവർക്ക് വളരാൻ സബ്സ്ട്രേറ്റം ത്തിനോട് അവരെ ഹാബിറ്ററ്റാണ്, അതായത് അവർക്ക് ഓക്കെ ആണ് ആ ഒരു കണ്ടീഷനിൽ വളരാൻ വേണ്ടി. ദേ ഹാവ് എ വൈഡർ നിഷ്. അതുകൊണ്ട് തന്നെ ദെൻ E. coli യൂസസ് മിക്സ്ഡ് ആസിഡ് ഫെർമെൻറ്റേഷൻ. അപ്പോൾ നമുക്കറിയാം എനൈറോബിക് റെസ്പിറേഷനിൽ അവർ ലാക്റ്റേറ്റോ സക്സിനേറ്റോ എത്തനോളോ അസറ്റേറ്റോ കാർബൺ ഡൈ ഓക്സൈഡോ ഒക്കെ ഫോം ചെയ്തിട്ട് എന്താ ഫെർമെൻറ്റേഷനാണ് അവർ ചെയ്യുന്നുണ്ടായിരിക്കുക. അവിടെ ആ റിയാക്ഷൻ ആയിരിക്കും നടക്കുന്നുണ്ടായിരിക്കുക. ഇനി ഒരു E. coliന് ഒപ്റ്റിമം ഗ്രോത്ത് റിക്വയർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒപ്റ്റിമം ഗ്രോത്ത് ഒരു E. coliന് നടക്കുന്നത് 37 ഡിഗ്രി സെൽഷ്യസിലാണ്. പിന്നെ അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്ന ടോപ്പിക് എന്ന് പറയുന്നത് പോയിന്റ് എന്ന് പറയുന്നത് എന്താ, അനൈറോബിക് ആൻഡ് എയറോബിക് റെസ്പിറേഷൻ യൂസ് ചെയ്തിട്ട് അവർ വളരും. പിന്നെ അതുപോലെ സ്ട്രെയിൻസ് ദാറ്റ് പോസസ് ഫ്ലെജല ഓർ മൊട്ടൈൽ ആയിട്ടുള്ള E. coliന് ഫ്ലെജല ഉണ്ടായിരിക്കും. ആൻഡ് നെക്സ്റ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് തിങ്, ദാറ്റ് ഇസ് ദ മെത്തേഡ് ഓഫ് റീപ്രൊഡക്ഷൻ, ദാറ്റ് ഇസ് കോൺജുഗേഷൻ, ട്രാൻസ്ഡക്ഷൻ, ട്രാൻസ്ഫോർമേഷൻ. ഇതൊക്കെ യൂസ് ചെയ്തിട്ടാണ് അവർ ജനറ്റിക് മെറ്റീരിയൽസ് കൈമാറ്റം ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ നെക്സ്റ്റ് പോപ്പുലേഷൻ അവരുണ്ടാക്കുന്നത്. Next is ecology genome. The genome was discovered to contain a significant number of transposable genetic elements, repeated elements, cryptic, prophage and bacteriophage remnants. So ഈ ഒരു ജീനോം, ഇക്കോളജി ജീനോമിൽ എന്തൊക്കെയാണ് ഉള്ളത്? ദേ കണ്ടെയ്ൻ സിഗ്നിഫിക്കൻറ്റ് നമ്പർ ഓഫ് ട്രാൻസ്പോസോംസ് ഉണ്ടായിരിക്കും, റിപ്പീറ്റഡ് യൂണിറ്റ്സ് ഉണ്ടായിരിക്കും, ക്രിപ്റ്റിക് പ്രൊഫേജസ് ഉണ്ടായിരിക്കും, ബാക്ടീരിയോഫേജിൻ്റെ റെമനൻസ് ഉണ്ടായിരിക്കും. സോ ഈ സംഭവങ്ങളൊക്കെയാണ് അധികം എന്തിലുള്ളത്, നമ്മുടെ ഇക്കോളജി ജീനോമിൽ കണ്ടെയ്ൻ ചെയ്യുന്നത്. And over 60 complete genomic sequence of Escherichia and Shigella species are available. So ഏറ്റവും കൂടുതൽ സീക്വൻസിങ്ങും നടത്തിയിട്ടുള്ളത് എന്തായാലും പ്രൊകാരിയോട്സിലായിരിക്കും. കാരണം യൂകാരിയോട്സ് നമ്മൾ ഓൾറെഡി പറയാറുണ്ട് ഭയങ്കര കോംപ്ലക്സ് ആണ് പഠിച്ചെടുക്കാനൊക്കെ. അപ്പോൾ മോർ ദാൻ 60 കംപ്ലീറ്റ് ജീനോമിക് സീക്വൻസസ് അവൈലബിൾ ആണ് ഇപ്പോൾ അവരുടെയൊക്കെ എസ്ട്രീഷ്യൻ്റെയും ഷിഗല്ല സ്പീഷ്യസിൻ്റെയും ഒക്കെ. ഇനി അവരുടെ ഒരു കമ്പാരിസൺ ആണ് പറയണത്. സോ നമ്മൾ മേജറായിട്ട് പറയുകയാണെന്ന് വെച്ചാൽ ഈ ഒരു പോയിൻറ്റ്സും ആണ് ഈ ഇക്കോളൈനെ കുറിച്ചിട്ട് പറയുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ഇസ് ദ ജനറ്റിക് മെറ്റീരിയൽ ട്രാൻസ്ഫറിങ് മെത്തേഡ്സ്. ഏതൊക്കെ മെത്തേഡ്സ് യൂസ് ചെയ്തിട്ടാണ് അവർ ജനറ്റിക് മെറ്റീരിയൽസ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? സോ 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെത്തേഡ്സ് ആണ് പഠിക്കാനുള്ളത്: കോൺജുഗേഷൻ, ട്രാൻസ്ഫോർമേഷൻ ആൻഡ് ട്രാൻസ്ഡക്ഷൻ. അപ്പോൾ കോൺജുഗേഷൻ എന്ന് പറഞ്ഞാൽ ഡെലിബറേറ്റ് ട്രാൻസ്ഫർ ഓഫ് DNA ഫ്രം വൺ സെൽ ടു അനദർ പ്രോഗ്രാംഡ് ബൈ സ്പെഷ്യലൈസ്ഡ് ജീൻസ് ആൻഡ് ഓർഗനൽസ്. അപ്പം കോൺജുഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഫിസിക്കൽ അസോസിയേഷൻ വഴി രണ്ട് സെല്ലുകൾ തമ്മിൽ ദാറ്റ് ഈസ് പ്രൊകാരിയോട്ടിക് സെൽസ് ഒരു ഫിസിക്കൽ അസോസിയേഷൻ വഴി ജനറ്റിക് മെറ്റീരിയൽസ് കൈമാറ്റം ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ അത് പ്രോഗ്രാം ചെയ്യാൻ സ്പെഷ്യലൈസ്ഡ് ജീൻസ് ആൻഡ് ഓർഗനൽസ് ഒക്കെ അവരുടെ ഉണ്ടായിരിക്കും. ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻവിറോൺമെൻറ്റിൽ ഉള്ള DNAസിനെ അപ്ടേക്ക് ചെയ്തിട്ട് അവരുടെ ജീനോമായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സ്. ട്രാൻസ്ഡക്ഷൻ എന്ന് പറയുമ്പം it is transfer of DNA from one cell to another mediated by a virus. ഒരു വൈറസ്, അതായത് ബാക്ടീരിയോഫേജിൻ്റെ ഹെൽപ്പോട് കൂടി അല്ലെങ്കിൽ അത് മുഖേന നടത്തുന്ന ഒരു ട്രാൻസ്ഫർ ഓഫ് ജനറ്റിക് മെറ്റീരിയൽ ആണ് ട്രാൻസ്ഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പം ഈ 3 നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. സോ ഇതിൽ എല്ലാത്തിൻ്റെയും പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. കോൺജുഗേഷനാണ് നമ്മൾ ആ നടുക്കിൽ കാണുന്ന 3 സ്ട്രക്ചേഴ്സ്. ദെൻ മേലെ ട്രാൻസ്ഫോർമേഷൻ, അടിയിൽ ട്രാൻസ്ഡക്ഷനാണ്. അപ്പോൾ നമുക്ക് പറയുമ്പോൾ അത് കുറച്ചും കൂടി മനസ്സിലാവും. What is conjugation? Bacterial conjugation, also referred to as bacterial sex, is a major horizontal gene transfer mechanism through which DNA is transferred from a donor to a recipient bacterium by direct contact. അപ്പോൾ ആ ഒരു പിക്ചറിൽ കാണുന്ന പോലെ പൈലസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ട്രക്ചർ, ഒരു ബ്രിഡ്ജിൻ്റെ ഹെൽപ്പോട് കൂടി ഈ ക്രോമസോമ്
ഈ ക്രോമസോംസിൽ ഉണ്ടാവുന്ന ഒരു So what is conjugation? Bacterial conjugation is also referred as bacterial sex. It is the major horizontal genes transferring mechanism through which DNA is transferred from a donor to a recipient bacterium by direct contact. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഒരു ഡോണർ ഉണ്ടായിരിക്കും ഇവിടെ, ഒരു റെസിപ്പിയൻ്റ് ഉണ്ടായിരിക്കും ഇവിടെ, ആൻഡ് ദർ ഇസ് എ ഡയറക്റ്റ് ഫിസിക്കൽ കോൺടാക്ട് ബിറ്റ്വീൻ ദീസ് ടു ബാക്ടീരിയം. അപ്പോൾ രണ്ട് ബാക്ടീരിയത്തിൻ്റെ ഇടയിൽ ഒരു ഡയറക്റ്റ് ഫിസിക്കൽ കോൺടാക്ട് ബൈ ദ മീൻസ് ഓഫ് പൈലസ്. ഒരു പൈലസ് ഉണ്ടായിരിക്കും. ആ പിക്ചറിൽ ക്ലിയർ ആയിട്ടൊരു ഗ്രേ കളർ സ്ട്രക്ചർ ബിറ്റ്വീൻ ദീസ് ടു ബാക്ടീരിയാസ് കാണാം. ദാറ്റ് ഈസ് വൺ ഇസ് ഡോണർ. കൊടുക്കുന്ന ആൾ ഡോണർ, വാങ്ങുന്ന ആൾ റെസിപ്പിയൻ്റ്. അവിടെ പൈലസ് വരുന്നുണ്ട്. പൈലസ് വന്നു കഴിഞ്ഞാൽ ദേ കം ക്ലോസ് ടുഗെദർ. അത് കഴിഞ്ഞാൽ തേർഡ് പിക്ചറിലാവുമ്പോഴേക്കും അവർ ഭയങ്കരമായിട്ട് എടുത്തേക്ക് വന്നിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ എന്താ, അവിടുത്തെ പ്ലാസ്മിഡ് എഫ് പ്ലസ് ആണ് അവിടെ ഉള്ളത്. എഫ് പ്ലാസ്മിഡ് അൺവൈൻഡ് ചെയ്യുന്നു ആൻഡ് ഇറ്റ് ഈസ് ഗോയിങ് ടു ദ റെസിപ്പിയൻ വണ്ണിൻ്റെ അവിടേക്ക് പോകുന്നു. അതേ സമയത്ത് തന്നെ തേർഡ് പിക്ചറിൽ കാണാം DNA പോളിമറൈസ് വന്നിട്ട് ന്യൂ പ്ലാസ്മിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഡോണർക്കും റെസിപ്പിയൻറ്റിനും കിട്ടുകയാണ്. ഫോർത്ത് പിക്ചർ ആകുമ്പോൾ നമുക്കറിയാം ഒരു ഓൾഡ് ഡോണറും ഒരു ന്യൂ ഡോണറും ആവുകയാണ് ചെയ്യുന്നത്. കാരണം ഇവിടെ എഫ് പ്ലാസ്മിഡ് ഇപ്പോൾ രണ്ടുപേർക്കും എഫ് പ്ലാസ്മിഡ് പ്രസൻ്റ് ആണ്. സോ ദേ ബോത്ത് ബിക്കം ഡോണേഴ്സ്. ദെൻ വാട്ട് ഈസ് ദ മെക്കാനിസം ഓഫ് കോൺജുഗേഷൻ? Donor cell produces a pilus. നമ്മൾ ഓൾറെഡി കണ്ടു. ദിസ് പൈലസ് അറ്റാച്ച് ടു റെസിപ്പിയൻ സെൽ ആൻഡ് ബ്രിങ്സ് ദ ടു സെൽ ടുഗെദർ. അത് ഓൾറെഡി മനസ്സിലായി. രണ്ടെണ്ണത്തിനും അടുപ്പിച്ച് കൊണ്ടുവരുന്നു. പൈലസ് ആദ്യം വരുന്നു, രണ്ടെണ്ണം അടുപ്പിച്ച് വരുന്നു. ഓൺലി സിംഗിൾ സ്ട്രാൻഡ് ഓഫ് പ്ലാസ്മിഡ് ഇസ് ദെൻ ട്രാൻസ്ഫേർഡ് ടു ദ റെസിപ്പിയൻറ്റ്. അപ്പം ഡോണറിൽ നിന്ന് ഒരു സിംഗിൾ സ്ട്രാൻഡഡ് ആയിട്ടുള്ള പ്ലാസ്മിഡ് എങ്ങോട്ട് പോകുന്നു? റെസിപ്പിയൻ സെല്ലിലോട്ട് പോകുന്നു. ബോത്ത് ദ സെൽ സിന്തസിസ് എ കോംപ്ലിമെൻ്ററി സ്ട്രാൻഡ് ടു പ്രൊഡ്യൂസ് എ ഡബിൾ സ്ട്രാൻഡഡ് സർക്കുലർ പ്ലാസ്മിഡ് ആൻഡ് ഓൾസോ പ്രൊഡ്യൂസ് പൈലസ്. അപ്പം ഈ രണ്ട് സെല്ലുകളും എന്ത് ചെയ്യുന്നു? കോംപ്ലിമെൻ്ററി സ്ട്രാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ DNA പോളിമറൈസ് അവിടെ കണ്ടു. ദാറ്റ് മീൻസ് ദാറ്റ് അവിടെ ഒരു കോംപ്ലിമെൻ്ററി സ്ട്രാൻഡ് പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. ബോത്ത് സെൽ ആർ നൗ വയബിൾ ഡോണേഴ്സ്. അപ്പം ഫോർത്ത് പിക്ചറിൽ കണ്ട പോലെ ഒരു ന്യൂ ഡോണറും ഒരു ഓൾഡ് ഡോണറും ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ആൻഡ് നെക്സ്റ്റ് ഈസ് ദി സ്റ്റേജസ് ഡ്യൂറിങ് കോൺജുഗേഷൻ. സെൽ ടു സെൽ കോൺടാക്ട്, മൊബിലൈസേഷൻ, DNA സിന്തസിസ് ആൻഡ് സെപ്പറേഷൻ. ഏതൊക്കെയാണ്? സെൽ ടു സെൽ കോൺടാക്ട് ബൈ ദ മീൻസ് ഓഫ് പൈലസ്. നമ്മൾ പറഞ്ഞു ഒരു സെൽ ടു സെൽ കോൺടാക്ട് വരുന്നുണ്ട്. ദെൻ മൊബിലൈസേഷൻ, ദേ ആർ കമ്മിങ് ക്ലോസ് ടുഗെദർ. ദാറ്റ് ഈസ് ദേ ആർ മൊബൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? സംതിങ് വിച്ച് ക്യാൻ മൂവ്, മൊബൈലാണ്. അപ്പോൾ നമ്മൾ മൊബിലൈസേഷൻ. ദെൻ DNA സിന്തസിസ് നടക്കുന്നുണ്ട്. ദെൻ സെപ്പറേഷൻ. സോ ഓരോ സ്റ്റെപ്പ് നോക്കിയാൽ ഫസ്റ്റത്തേൽ കാണാം സെൽ ടു സെൽ കോൺടാക്ട്. അതെന്താ? ഫോർമേഷൻ ഓഫ് സെക്സ് പൈലസ് ഓർ എഫ് ബ്രിഡ്ജ് ബിറ്റ്വീൻ സെൽസ്. ആ പിക്ചറിൽ രണ്ടെണ്ണം നമുക്ക് കാണാൻ പറ്റും. സെക്സ് പൈലസ് ആണ് ഈ കാണുന്നത്. ഈ കാണുന്നതാണ് സെക്സ് പൈലസ്. ഈ ഒരു പിക്ചറിലും കാണാം സെക്സ് പൈലസ് ഫോർമേഷൻ. ഇതാണ് സെക്സ് പൈലസ്. നെക്സ്റ്റ് ഏതാ? മൊബിലൈസേഷൻ. സോ സെൽ ടു സെൽ കോൺടാക്റ്റ് ആണ് ആദ്യം പറഞ്ഞ പോയിന്റ്. നെക്സ്റ്റ് ഇസ് മൊബിലൈസേഷൻ. ടാർഗറ്റ് DNA ഈസ് റെപ്ലിക്കേറ്റഡ് ഇൻ F+. ജനറ്റിക് ട്രാൻസ്ഫർ ഓഫ് സിംഗിൾ സ്ട്രാൻഡഡ് DNA ടു F-. ടാർഗറ്റ് DNA ഉണ്ടല്ലോ, അത് റെപ്ലിക്കേറ്റ് ആവും. അതായത് കൊടുക്കാനുള്ള DNA ഈസ് ഗെറ്റിംഗ് റെപ്ലിക്കേറ്റഡ്. കൊടുക്കാനുള്ള DNA, ദാറ്റ് ഇസ് ടാർഗറ്റ് DNA ഈസ് ഗെറ്റിംഗ് റെപ്ലിക്കേറ്റഡ് ഇൻ F+. അപ്പോൾ F+ ആണ്. എപ്പോഴും F+ F-ക്കാണ്. ഫെർട്ടിലിറ്റി ഫാക്ടർ എന്നാണ് ഈ F+നെ പറയുക. അപ്പോൾ F+, F-ക്കാണ് എപ്പോഴും പോവുക. F+ എന്ന് പറയുമ്പോൾ പ്രസൻസ് ഓഫ് ഫെർട്ടിലിറ്റി ഫാക്ടർ, F- ഇസ് ആബ്സെൻസ് ഓഫ് ഫെർട്ടിലിറ്റി ഫാക്ടർ. സോ ഇത് റെപ്ലിക്കേറ്റഡ് ആവും ആൻഡ് ദെൻ എ സിംഗിൾ സ്ട്രാൻഡഡ് DNA ഈസ് ഗെറ്റിംഗ് മൂവ്ഡ്. അപ്പോൾ ഈ പിക്ചറിൽ കാണുന്നത് ഒരു സിംഗിൾ സ്ട്രാൻഡഡ് DNA ഇവിടെ ഉള്ളിൽ എന്തുണ്ട്? പ്ലാസ്മിഡിൻ്റെ ഉള്ളിൽ നിന്ന് അപ്പുറത്തേക്ക് പോവുകയാണ്. F-ലേക്ക് എന്ത് പോവുകയാണ്? സിംഗിൾ സ്ട്രാൻഡഡ് DNA ട്രാൻസ്ഫർ നടക്കുന്നതാണ് മൊബിലൈസേഷൻ. നെക്സ്റ്റ് ഇസ് DNA സിന്തസിസ്. DNA സിന്തസിസ് എന്ന് പറയുകയാണെന്ന് വെച്ചാൽ കോംപ്ലിമെൻ്ററി സ്ട്രാൻഡ് ഓഫ് DNA ആർ replicates in both F+ and F- cell. Targeted DNA incorporated into F- genome. അപ്പോൾ DNA സിന്തസിസ് എന്ന് പറയുമ്പം നമ്മൾ പറഞ്ഞു, അപ്പോൾ ഒരു സ്ഥലത്തുനിന്ന് DNA ഇങ്ങോട്ട് വരികയാണ് ചെയ്തത്. കോംപ്ലിമെൻ്ററി സ്ട്രാൻഡ് ഓഫ് DNA ആർ റെപ്ലിക്കേറ്റ്സ് ഇൻ ബോത്ത് F+ ആൻഡ് F- സെൽസ്. അപ്പം രണ്ട് സെല്ലിലും ഓരോന്ന് വെച്ചിട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കും. അവിടെ ഒരെണ്ണം റെപ്ലിക്കേറ്റ്. ഇപ്പം ഡോണർ സെല്ലിൽ ഒരെണ്ണം ഉണ്ടായിരുന്നു. ഇത് ഡോണറും ഇത് റെസിപ്പിയൻ്റ് ആണെന്ന് വെച്ചാൽ ഇതിൽ ഒരെണ്ണം ഉണ്ടായിരുന്നു. അത് ഇങ്ങോട്ട് പോവുകയാണെന്ന് വെച്ചാൽ ഇവിടെ ഒരെണ്ണം ഉണ്ടാവുകയും ചെയ്യണം. ഇവിടെ കറസ്പോണ്ടിങ് ആയിട്ട് അതിന് കോംപ്ലിമെൻ്ററി ആയിട്ട് ഉണ്ടാവണം. സോ DNA സിന്തസിസ് നടക്കുന്നുണ്ട്. ടാർഗറ്റഡ് DNA ഇൻകോപ്പറേറ്റ് ഇൻറ്റു ഇവിടെ നിന്ന്, അതായത് ഈ ഡോണറിൽ നിന്ന് വന്നിട്ടുള്ള എന്ത് DNA ഇങ്ങോട്ട് ഇൻകോപ്പറേറ്റ് ചെയ്യണം. ഈ ഒരു F- ജീനോമിലേക്ക് ഇൻകോപ്പറേറ്റ് ചെയ്യണം.
നെക്സ്റ്റ് ഈസ് സെപ്പറേഷൻ, സെൽസ് സെപ്പറേറ്റ്. 2 F+ സെൽസ് ഇപ്പോൾ ഫോം ചെയ്തിട്ടുണ്ടായിരിക്കും. ബോത്ത് സെർവ് ആസ് ഡോണർ സെൽസ് ഫോർ ഫർദർ കോൺജുഗേഷൻ. വോട്ട് ഈസ്, നമ്മൾ പറഞ്ഞു F+F- എന്നൊക്കെ പറഞ്ഞു. ഇനി എന്താണ് ഈ ഫെർട്ടിലിറ്റി ഫാക്ടർ അല്ലെങ്കിൽ F ഫാക്ടർ? ഇൻ 1953 വില്യം ഹെയ്സ് determined that genetic factor occur in genetic transfer occur in one direction. ഒരു ഡയറക്ഷനിലാണ് ജനറ്റിക് ട്രാൻസ്ഫർ നടക്കുന്നുള്ളൂ എന്ന് മനസ്സിലാക്കി. one cell act as donor and other cell act as recipient. Cell that can donate the DNA to other cells are F+. അതായത് ഫെർട്ടിലിറ്റി ഫാക്ടർ ഉണ്ട്, അതായത് അവരുടെ മെയിൽ പ്രൊകാരിയോട്സ് ആയിട്ടാണ് അല്ലെങ്കിൽ മെയിൽ സെൽസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അവർക്കൊരു ഫെർട്ടിലിറ്റി ഫാക്ടർ ഉണ്ട്. അതില്ലാത്തതിനെ ഫീമെയിൽ ഫാക്ടർ ആയിട്ടാണ് കണക്കാക്കുന്നത്. സോ F+ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫെർട്ടിലിറ്റി ഫാക്ടർ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യൂണിഡയറക്ഷണൽ ആയിട്ടുള്ള ട്രാൻസ്ഫറാണ് നടക്കുന്നത് ഇവിടെ. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയണം. ഒരൊറ്റ ഡയറക്ഷനിലേ നടക്കുള്ളൂ. ഫീമെയിൽ ടു മെയിൽ ഒരിക്കലും നടക്കില്ല. മെയിൽ ടു ഫീമെയിൽ, മെയിൽ ടു ഫീമെയിൽ, മെയിൽ ടു ഫീമെയിൽ മാത്രമേ നടക്കുള്ളൂ. അപ്പം മെയിൽ ടു ഫീമെയിൽ എന്ന് പറയുമ്പോൾ വൺസ് ഒരു മെയിൽ ഫീമെയിലിന് കൊടുത്തു കഴിഞ്ഞാൽ ദിസ് ഫീമെയിൽ ഗെറ്റ് ചേഞ്ച്ഡ് ഇൻ ടു മെയിൽ അല്ലേ. അതായത് F+ എന്ന് F- കൊടുത്തു കഴിഞ്ഞാൽ ഈ F- പിന്നെ എന്തായി F+ ആയി. F+ ഇനി അടുത്ത F- കൊടുക്കുന്നു. F- എന്താ കൊടുക്കുന്നത്? ഫെർട്ടിലിറ്റി ഫാക്ടറാണ് കൊടുക്കുന്നത്. അപ്പോൾ ഫീമെയിൽ ആയിരുന്ന F- ആയിരുന്ന ആളെന്തായി മാറി? F+ ആയി മാറി. ഹെൻസ് യൂണിഡയറക്ഷണലാണ്. മെയിൽ ടു ഫീമെയിൽ ആയിട്ട് തന്നെയാണ് നടക്കുക. അപ്പോൾ അതാണ് F+ഉം F-ഉം. ഇനി HFR സെൽസ്. When F factor plasmids exist in an integrate state with the host chromosome. ഇനി F factor എന്ന് നമ്മൾ പറഞ്ഞ ഈ ഒരു ഫെർട്ടിലിറ്റി ഫാക്ടർ അല്ലെങ്കിൽ ഒരു പ്ലാസ്മിഡ് നമ്മുടെ ഹോസ്റ്റിൻ്റെ ക്രോമസോമായിട്ട്, ഡോണർ ക്രോമസോമായിട്ട് ദേ ഈ ഒരു പിക്ചറിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും കാണാം. ഇത് F സെല്ലാണ് കേട്ടോ. ദേ ഇത് ഒരു ഗ്രീൻ കളറിലാണ് നമുക്ക് കാണാം. ഇത് ഡോണറിൻ്റെ ക്രോമസോം. ഇനി HFR സെല്ലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ F+ൻ്റെ ഈ ഒരു പ്ലാസ്മിഡിൻ്റെ പീസ് ഇതേ കണ്ടോ, ഈ ഭാഗത്ത് ഒരു ഗ്രീൻ കളറിൽ കണ്ടില്ലേ. അപ്പോൾ ഈ ഹോസ്റ്റിൻ്റെ ക്രോമസോമുമായിട്ട് ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. അതാണ് HFR സെൽ എന്ന് പറയുന്നത്. F പ്ലാസ്മിഡ് ഇൻറ്റഗ്രേറ്റ്സ് ഇൻ ടു chromosome. They can do F plasmid integrate into chromosome by recombination. So what is HFR? HFR is nothing but the F factor get integrated with the host chromosome. Host chromosome ആയിട്ട് HFR cells integrate ചെയ്തിട്ടുണ്ടായിരിക്കും. And the next HFR എന്താ ചെയ്യുന്നതെന്ന് നോക്കാം. ഡോണർ ക്രോമസോം ഉണ്ടായിരിക്കും. ഇത് F+ സെൽ ഉണ്ടായിരിക്കും. HFR സെല്ല് ഫോം ചെയ്ത് കണ്ടില്ലേ, സെക്കൻഡിൽ HFR സെല്ല് ഫോം ചെയ്തു. ഈ HFR സെല്ല് ഇനി ഒന്നുമില്ല, നമ്മൾ എങ്ങനെയാണ് F+, F- കണ്ടേ അതുപോലെ തന്നെ ഈ HFR സെല്ല് എങ്ങനെയായിട്ടാണ് ആക്ട് ചെയ്യുക? ഇറ്റ് ആക്ട് ആസ് F+ സെൽ ആൻഡ് ദിസ് ആക്ട് ആസ് F- സെൽ ആൻഡ് ദർ ഇസ് എ ഫോർമേഷൻ ഓഫ് pilus between them. That is F plasmids integrates into the chromosome by recombination. അതാണ് നമ്മൾ ഇവിടെ കണ്ടത് അല്ലേ. HFR സെൽ ഫോർമേഷൻ എങ്ങനെയാണ് നടക്കുന്നത്? F plasmid integrates into the chromosome by recombination. നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്താ നടക്കുന്നത്? സെൽ ജോയിൻസ് വിയ എ കോൺജുഗേഷൻ പൈലസ് വെച്ചിട്ട് ഇത് ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫിഗറൊക്കെ വരയ്ക്കുമ്പോൾ എപ്പോഴും F+ സെൽ F- സെൽ എന്ന് എഴുതിയിട്ട് ഇതിൽ HFR ഉണ്ടെങ്കിൽ HFR എന്ന് എഴുതണം, ഡോണർ റെസിപ്പിയൻ്റ് എന്ന് എഴുതണം, പൈലസ് ഉണ്ടെങ്കിൽ ആ സ്ട്രക്ചറും വരയ്ക്കണം. ആൻഡ് വെദർ വെൻ യു ആർ ഡ്രോയിങ് ഇൻ HFR സെൽ ഇതൊരു പെൻസിലോണ്ടും പാനയോണ്ടും ആയിട്ട് ഡിഫറെൻറ്റ് കളേഴ്സ് യൂസ് ചെയ്തിട്ട് വരയ്ക്കണം. ഓക്കെ, നെക്സ്റ്റ് ഇസ് ദ പോർഷൻ ഓഫ് F പ്ലാസ്മിഡ് പാർഷ്യലി മൂവ് ഇൻ ടു റെസിപ്പിയൻ സെൽ ട്രെയിലിംഗ് എ സ്ട്രാൻഡ് ഓഫ് ഡോണർ DNA. അപ്പോൾ എന്താ ഇവിടെ F പ്ലാസ്മിഡിൽ നിന്ന് ഒരു പീസ് ഓഫ് DNA അങ്ങോട്ട് അൺവൈൻഡ് ചെയ്തിട്ട് F- സെല്ലിലോട്ട് പോവുകയാണ്. അത് കഴിയുമ്പോൾ നെക്സ്റ്റ് കോൺജുഗേഷൻ എൻഡ്സ് വിത്ത് പീസ് ഓഫ് F പ്ലാസ്മിഡ്. അപ്പം ഒരു ഫുള്ളായിട്ട് പോകാനായിട്ട് പറ്റിയില്ല അവർക്ക്. ഇൻകംപ്ലീറ്റ് F പ്ലാസ്മിഡ് സെൽ റിമെയിൻസ് F-. അപ്പോൾ F- തന്നെയായിട്ടാണ് ഇവർ റിമെയിൻ ചെയ്യുന്നത്. ബിക്കോസ് എന്താ, കോൺജുഗേഷൻ എൻഡ് ചെയ്തു, ഒരു ചെറിയ പീസ് ഓഫ് F പ്ലാസ്മിഡ് മാത്രമേ ഇങ്ങോട്ട് വന്നുള്ളൂ. F പ്ലാസ്മിഡിൻ്റെ ഒരു കുഞ്ഞി ഭാഗം മാത്രമല്ലേ വന്നുള്ളൂ അങ്ങോട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ ഇത് F- ആയിട്ട് തന്നെയാണ് റിമൈൻ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഡോണർ സെൽ ആൻഡ് റെസിപ്പിയൻറ്റ് DNA റീകമ്പൈൻ മേക്കിംഗ് എ റീകോമ്പിനൻറ്റ് F- സെൽ. സോ വാട്ട് ഈസ് ട്രാൻസ്ഫോർമേഷൻ? നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു കോൺജുഗേഷൻ, ട്രാൻസ്ഫോർമേഷൻ ആൻഡ് ട്രാൻസ്ഡക്ഷൻ ആണെന്ന്. കോൺജുഗേഷൻ കഴിഞ്ഞു, നെക്സ്റ്റ് ഈസ് ട്രാൻസ്ഫോർമേഷൻ. ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാക്ടീരിയ എൻവിറോൺമെൻറ്റിലുള്ള ഫോറിൻ DNA പാർട്ടിക്കിൾസ് തൻ്റെ
കൂടെ ഇൻകോപ്പറേറ്റ് ചെയ്ത് വെക്കുന്ന ഒരു പ്രോസസ്സിനെയാണ്. ദാറ്റ് ഇസ് ബാക്ടീരിയ ക്യാൻ ടേക്ക് എ ഫോറിൻ DNA ഇൻ എ പ്രോസസ് കോൾഡ് ട്രാൻസ്ഫോർമേഷൻ. ട്രാൻസ്ഫോർമേഷൻ ആസ് എ കീ സ്റ്റെപ്പ് ഇൻ DNA ക്ലോണിംഗ്. DNA ക്ലോണിങ്ങിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത് ട്രാൻസ്ഫോർമേഷനാണ്. ഇത് നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്, 12th പഠിച്ചിട്ടുണ്ട്. ഗ്രിഫിത്തിൻ്റെ ഒരു എക്സ്പെരിമെൻറ്റ്, സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയയുടെ ഒരു വിറലൻറ്റും നോൺ വിറലൻറ്റും ആയിട്ടുള്ള 2 സ്ട്രെയിൻസ് എടുത്തിട്ട്, S സ്ട്രെയിനും R സ്ട്രെയിനും എടുത്തിട്ട് ഒരു 4 സീരീസ് ഓഫ് എക്സ്പെരിമെൻറ്റ് പുള്ളി ചെയ്ത് നോക്കുന്നതും അവസാനം കിട്ടുന്ന റിസൾട്ട് വെച്ചിട്ട് മനസ്സിലാവുകയാണ് ദർ ഇസ് എ ജെനറ്റിക് മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ട് കൺക്ലൂഡ് ചെയ്യുന്ന ഒരു എക്സ്പെരിമെൻറ്റ് മൗസിൽ ചെയ്ത് നോക്കുന്നത്. ഇറ്റ് ഇസ് എ വെരി ക്ലാസിക്കൽ എക്സാമ്പിൾ ഫോർ ട്രാൻസ്ഫോർമേഷൻ. നെക്സ്റ്റ് ഇസ് ബാക്ടീരിയൽ കോമ്പീറ്റൻസ്. നോട്ട് ഓൾ ബാക്ടീരിയ ആർ കേപ്പബിൾ ഫോർ ടേക്കിംഗ് അപ്പ് DNA ഫ്രം സറൗണ്ടിങ് എൻവിറോൺമെൻറ്റ്. എല്ലാവർക്കും ഇങ്ങനെ എൻവിറോൺമെൻറ്റിൽ നിന്ന് DNA എടുക്കാനായിട്ട് പറ്റില്ല. സച്ച് ബാക്ടീരിയ ആർ മെയ്ഡ് ആർട്ടിഫിഷ്യലി കോമ്പറ്റൻറ്റ്. ദിസ് ഈസ് അച്ചീവ്ഡ് ബൈ യൂസിങ് കെമിക്കൽസ് ആൻഡ് ഇലക്ട്രിക്കൽ പൾസസ്. അപ്പോൾ അത് നമുക്ക് എടുക്കാൻ, ആ ഒരു ശേഷി അവർക്ക് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ വി വോണ്ട് ടു യൂസ് കെമിക്കൽസ് ഓർ ഇലക്ട്രിക് പൾസ് ഓൺ ദം. ദ സെൽസ് ആർ ചിൽഡ് ആൻഡ് മെയ്ഡ് പെർമിയബിൾ. അപ്പം കെമിക്കൽസും പിന്നെ അതുപോലെ ഇലക്ട്രിക്കൽ പൾസ് യൂസ് ചെയ്തിട്ട്, സോ 2 മെത്തേഡ്സ് ആണ് കെമിക്കൽസ് യൂസ് ചെയ്തിട്ടും ഇലക്ട്രോപോറേഷനും ആണ് വരുന്നത്. So first one is using the chemicals. The cells are chilled and made permeable into the presence of calcium phosphate. In the presence of, അപ്പം ഒരു സെല്ല് ചില്ല് ചെയ്തെടുക്കുക ആൻഡ് പ്ലസ് പെർമിയബിൾ ആക്കുകയാണ്. അതിൻ്റെ ഉള്ളിലേക്ക് എന്തും കടത്തി വിടുക എന്നുള്ളൊരു പെർമിയബിലിറ്റി കൊടുക്കുകയാണ് വിത്ത് ദ പ്രസൻസ് ഓഫ് കാൽഷ്യം ഫോസ്ഫേറ്റ്. ദേ ആർ ദെൻ ഇൻക്യുബേറ്റഡ് വിത്ത് ദ DNA ആൻഡ് പ്രൊവൈഡഡ് വിത്ത് എ ഹീറ്റ് ഷോക്ക് ട്രീറ്റ്മെൻറ്റ് ദാറ്റ് കോസസ് ദ DNA ടു എൻ്റർ ദ സെൽ. ആ ഒരു DNA ഫ്രാഗ്മെൻറ്റ് ആ സെല്ലിലോട്ട് ഇൻകോപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ പെർമിയബിൾ ആക്കുകയാണ് മാക്സിമം ഇൻ ദ പ്രസൻസ് ഓഫ് കാൽഷ്യം ഫോസ്ഫേറ്റ് ആൻഡ് ദെൻ ഹീറ്റ് ഷോക്ക് കൊടുത്തിട്ട് ഉള്ളിലേക്ക് കയറ്റുന്നു. നെക്സ്റ്റ് ഇസ് ഇലക്ട്രോപോറേഷൻ. ഇലക്ട്രിസിറ്റി യൂസ് ചെയ്തിട്ട് പോൾസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ദ ബാക്ടീരിയൽ സെൽസ് ആർ സബ്ജക്റ്റഡ് ടു ഇലക്ട്രിക്കൽ പൾസ് ടു മേക്ക് ദം പെർമിയബിൾ ആൻഡ് കോസ് ദ DNA ടു എൻ്റർ ഇൻ ടു ദ സെൽസ്. സോ ഇതിൽ കൊടുത്തിട്ടുള്ള ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഒരു റെസ്ട്രിക്ഷൻ എൻസൈം ഉണ്ട്, ഒരു ജീൻ ടു ബി ട്രാൻസ്ഫേർഡ്, ഒരു ചെറിയ സെഗ്മെൻറ്റ് ഓഫ് ജീൻ ഉണ്ട്, ദാറ്റ് ഈസ് ടു ബി ട്രാൻസ്ഫേർഡ്. ആ പ്ലാസ്മിഡിലാണ് നമ്മൾ ഈ റെസ്ട്രിക്ഷൻ എൻസൈമിനെയും ജീൻ കൊടുക്കാൻ ഉപയോഗിക്കുന്ന ജീനെ നമ്മൾ കാണുന്നത്. ആ ഒരു ജീൻ ഫ്രാഗ്മെൻറ്റ് ഇനി എന്താണ് നെക്സ്റ്റ് സെല്ലിലേക്ക് പോവുകയാണ്. നെക്സ്റ്റ് ഒരു ബാക്ടീരിയൽ സെല്ലിലോട്ടേക്ക് പോവുകയാണ്, സെക്കൻഡ് ഫിഗറിൽ കാണാം. അത് എന്നിട്ട് ആ ഒരു ബാക്ടീരിയയുടെ പ്ലാസ്മിഡുമായിട്ട് ഇൻകോപ്പറേറ്റ് ചെയ്യുകയാണ്. അപ്പം റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് യൂസ് ചെയ്തിട്ടാണ് ഒന്നാമത്തേൽ കട്ട് ചെയ്യുന്നത്. മൂന്നാമത്തേൽ DNA ലിഗേസ് യൂസ് ചെയ്തിട്ടാണ് അതിനെ ഫിക്സ് ചെയ്യുന്നത്. അങ്ങനെ ഗ്ലൂ ചെയ്തിട്ട് നെക്സ്റ്റ് ജീൻ ഫ്രം ബാക്ടീരിയൽ സെല്ലാണ് ഫോർത്ത് ഫിഗർ. Then next is transduction. What is transduction? It is a process of transfer of gene from the replicant to the donor through bacteriophage. അപ്പം ഇവിടെ മീഡിയേറ്റ് ചെയ്യുന്ന ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ബാക്ടീരിയോഫേജ് ആണ്, ദാറ്റ് ഇസ് വൈറസ്. ഒന്നാമത്തെ നമ്മൾ 2 ടൈപ്സ് ഉണ്ട്, ജനറലൈസ്ഡ് ആൻഡ് സ്പെഷ്യലൈസ്ഡ് ഉണ്ട്. സ്പെഷ്യലൈസ്ഡ് ആണ് ഇപ്പോൾ കാണിക്കുന്നത്, സ്പെഷ്യലൈസ്ഡ് ട്രാൻസ്. So now we are going to discuss about the specialized transduction. So what is specialized transduction? ഇതൊരു ലൈസോജനിക് സൈക്കിളിന് സിമിലർ ആയിട്ടുള്ളതാണ്. അപ്പം ലൈറ്റിക് ആൻഡ് ലൈസോജനിക് സൈക്കിളിൽ കുറച്ച് ഡിഫറൻസ് ആണ് വരുന്നുള്ളൂ. അതായത് ലൈസോജനിൽ എന്ന് പറയുമ്പോൾ ഒരു പ്രൊഫേജ് ആൻഡ് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഫേസ്, 2 ഫേസുകൾ ഒരു എക്സ്ട്രാ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ സാധാരണ എന്താ വരുന്നത്, ഒരു ബാക്ടീരിയോഫേജ്, അതായത് ഒരു വൈറസ് എങ്ങോട്ട് വരുന്നു, ബാക്ടീരിയനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുന്നു. അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ആദ്യം അബ്സോർബ് ചെയ്തിരിക്കും, അതിൻ്റെ മേലെ പറ്റി പിടിച്ചിരിക്കും. ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് വഴി അതിൻ്റെ വൈറൽ ജീനോമ് ബാക്ടീരിയയുടെ ഉള്ളിലേക്ക് ഇഞ്ചക്ട് ചെയ്യുന്നു. ഇഞ്ചക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ അപ്പം തന്നെ സാധാരണ എന്താ ചെയ്യുന്നറിയോ, ഈ ബാക്ടീരിയയുടെ ജീനോം ഉണ്ടായിരിക്കും. ഇപ്പം ഇതിൽ ബാക്ടീരിയയുടെ ജീനോമായിട്ട് നമ്മളൊരു വയലറ്റ് കളറിലൊരു റിങ് അല്ലെങ്കിൽ പ്ലാസ്മിഡ് കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ബാക്ടീരിയൽ ജീനോമിനെ അറഞ്ചം പുറഞ്ചം വെട്ടി ഫ്രാഗ്മെൻറ്റ്സ് ആക്കി മാറ്റും. എന്നിട്ട് അവരുടെ മെഷീനറീസ് യൂസ് ചെയ്തിട്ട് സ്വന്തം DNA, അതായത് ഇതിലൊരു പിങ്ക് കളറായിട്ടുള്ള DNA ഫ്രാഗ്മെൻറ്റ് കാണുന്നുണ്ട്, അതാണ് ഫേജിൻ്റെ ജീനോം എന്ന് പറയുന്നത്. അത് കുറേ മൾട്ടിപ്ലൈ ചെയ്ത് ഇവർ അവർക്ക് വേണ്ട കോഡ് പ്രോട്ടീൻസും എൻസൈംസും ജീൻ റെപ്ലിക്കേറ്റ് ചെയ്യാനുള്ള മെഷീനറീസൊക്കെ യൂസ് ചെയ്ത് ഫുൾ സെറ്റാക്കിയതിന് ശേഷം ഇവർ പാക്ക് ചെയ്യും. ഇവരുടെ തലയിലാണ് ജീനോം പാക്ക് ചെയ്യുന്നത്. അപ്പം ഹെഡിലൊക്കെ DNA പാക്ക് ചെയ്ത് അവരുടെ സ്ട്രക്ചറൊക്കെ, അവർക്ക് ഒരു ഹെഡ്, ടെയില്, നെക്കൊക്കെ സെറ്റാക്കിയതിന് ശേഷം അവിടെ നിന്ന് ആ ഒരു ബാക്ടീരിയനെ ലൈസസ് ചെയ്തിട്ട് അവർ നേരെ നെക്സ്റ്റ് ആൾക്കാരനെ ഇൻഫെക്റ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ചെയ്യുക. പക്ഷേ ലൈസോജനിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാക്ടീരിയോഫേജ് ഹോസ്റ്റിനെ വന്ന് അറ്റാച്ച് ചെയ്തിരുന്നു ആൻഡ് ഇഞ്ചെക്ട് ദെയർ ജീനോം. ഇഞ്ചക്ഷന് ശേഷം ഇവരപ്പം തന്നെ ഇതിനെ വെട്ടിമുറിക്കുന്നൊന്നുമില്ല. ഇവരെ പകരം എന്ത് ചെയ്യും, ഇൻറ്റഗ്രേറ്റ് ചെയ്യും. ആറിനെയായിട്ട് ഈ ബാക്ടീരിയോഫേജ് ജീനോമും ബാക്ടീരിയൽ ജീനോമും തമ്മിൽ ഒരു ഇൻറ്റഗ്രേഷൻ ഫോം ചെയ്തിട്ട് പ്രോഫേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ട്രക്ചറിലാണ് ഇവരിയ്ക്കുന്നത്. പ്രോഫേജ് എന്ന് പറഞ്ഞ സ്റ്റേറ്റിലാണ് അവരിയ്ക്കുന്നത്. ലേറ്റർ ഈ പ്രോഫേജ് അവ നമ്മുടെ മേ ബി വൈറസിന് മനസ്സിലായി കാണും, വി ഡോണ്ട് വോണ്ട് ടു ഗെറ്റ് ഇൻറ്റഗ്രേറ്റഡ് വിത്ത് ദം എന്നുള്ളത് മനസ്സിലായി കഴിഞ്ഞാൽ
അപ്പോൾ ഈ ഒരു പ്രൊഫേജ് ഫോം ചെയ്യുന്ന സമയത്ത് ഇവർ കുറേ റിപ്ലിക്കേറ്റ് ചെയ്യും കേട്ടോ. റിപ്ലിക്കേറ്റ് ചെയ്യുന്ന എല്ലാത്തിലും എന്തായിരിക്കും ഉണ്ടായിരിക്കുക? ബാക്ടീരിയൽ ക്രോമസോം ഉണ്ടായിരിക്കും, നമ്മുടെ ഫേജ് ജീനോം ഉണ്ടായിരിക്കും. ബാക്ടീരിയൽ ജീനോമും ഫേജ് ജീനോമും ഒരുമിച്ചുള്ള ഒരു സ്റ്റേറ്റിലായിരിക്കും റിപ്ലിക്കേറ്റ് ചെയ്യുക. അത് കഴിഞ്ഞാൽ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ്സിൽ ദ പീസ് വിച്ച് വാസ് ഇൻറ്റഗ്രേറ്റഡ് വിത്ത് ദ ഫേജ് ജീനോം, ആ ഫേജ് ജീനോമായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഭാഗം ഇവർ കട്ട് ചെയ്ത് കളയും. അപ്പോൾ കട്ട് ചെയ്ത് കളയുമ്പോൾ ഇവരെന്ത് പറ്റും? ചില മിസ്റ്റേക്കണായിട്ട് നമ്മുടെ ഡോണർ ബാക്ടീരിയയുടെ ന്യൂക്ലിയോടൈഡ് കൂടി വെട്ടിയെടുക്കും. ആ ഫിഗറിൽ അതാണ് കാണുന്നത്. ഒക്കേഷണലി ഡ്യൂറിങ് സ്പോണ്ടേനിയസ് ഇൻഫെക്ഷൻ എ സ്മോൾ പീസ് ഓഫ് ഡോണർ ബാക്ടീരിയംസ് DNA ഈസ് പാക്ഡ് അപ്പ്. അപ്പോൾ ബാക്ടീരിയയുടെ DNAയും കൂടി ഇവർ പാക്ക് ചെയ്യും. പാക്ക് ചെയ്തിട്ടാണ് പിന്നെ എന്ത് ചെയ്യുക? ഇവർ അതിനെ ലൈസസ് ചെയ്തിട്ട് പോവുള്ളൂ. അപ്പം ബാക്ടീരിയയുടെ DNA കണ്ടോ ഇവിടെ, പോർഷൻ ഓഫ് ഡോണർ ബാക്ടീരിയംസ് ന്യൂക്ലിയോടൈഡ് ആൻഡ് ഫേജ് DNA. അപ്പോൾ ശരിക്കും അത് കട്ട് ചെയ്യാൻ പറ്റില്ല, മിസ്റ്റേക്കണായിട്ട് ഇവർ തെറ്റി എടുത്ത് കൊണ്ടുപോവാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവർ പാക്ക് ചെയ്ത് പോകുന്ന ഫേജുകൾ, വൈറസ് പിന്നെ പാക്ക് ചെയ്ത് പോകണ കണ്ടില്ലേ, എല്ലാത്തിൻ്റെയും DNA സ്ട്രക്ചറിൽ വ്യത്യാസമുണ്ട്. ന്യൂക്ലിയോടൈഡിൽ മേലെ ഒരു വയലറ്റ് കളർ, അത് ആരുടെയാണ്? ബാക്ടീരിയയുടെ ജീനോമാണ്, അടിയിൽ സ്വന്തം ജീനോം. അപ്പോൾ അങ്ങനെ തെറ്റിയെടുത്തിട്ട് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇത് അടുത്ത വേറെ ഒരു സെല്ലിനെ, ബാക്ടീരിയൽ സെല്ലിനെ പോയിട്ട് അറ്റാക്ക് ചെയ്യുമ്പോൾ അവർക്കും ഇത് കൊടുക്കുന്നത്. അതായത് അപ്പോൾ അവരുടെ സെല്ലിൽ ആരൊക്കെ ഉണ്ടാവും? ഡോണർ ബാക്ടീരിയ DNA ഉണ്ടാവും, ഫേജ് DNA ഉണ്ടായിരിക്കും, പിന്നെ ഇപ്പോൾ റെസിപ്പിയൻ്റ് ആയിട്ടുള്ള ബാക്ടീരിയയുടെ ന്യൂക്ലിയോടൈഡും. അപ്പോൾ അങ്ങനെയുള്ള ഒരു മിക്സഡ് സ്റ്റേറ്റിലായിരിക്കും അവരുണ്ടായിരിക്കുക. ഇതാണ് ലൈസോജനിക് ഫേസ് എന്ന് പറഞ്ഞാലുള്ളത്. ഇനി ലെറ്റിക് ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് കോമൺ ആയിട്ടുള്ളത് ഇൻഫെക്ട് ദ ഹോസ്റ്റ്. എന്നിട്ട് എന്താ ചെയ്യുക? അബ്സോർപ്ഷൻ കഴിഞ്ഞു, അത് കഴിഞ്ഞ് ഇഞ്ചക്ഷൻ പ്രോസസ്സ് വഴി അതിൻ്റെ വൈറൽ ജീനോം ഇഞ്ചക്ട് ചെയ്യുന്നു. ലേറ്റർ അവർ ബാക്ടീരിയൽ ജീനോമിനെ ഫ്രാഗ്മെൻറ്റൈസ് ചെയ്തിട്ട് ബാക്കി ഇവരുടെ വൈറൽ ജീനോംസ് മാത്രം പാക്ക് ചെയ്യുന്നു. പക്ഷേ ഇവിടെ നമുക്ക് കാണാം, മിസ്റ്റേക്കണായിട്ട് ഒരാൾ നമ്മുടെ ബാക്ടീരിയയുടെ വയലറ്റ് കളറുള്ള സാധനം പാക്ക് ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത്. ബാക്കി എല്ലാവരും കറക്റ്റ് അവരവരുടെയാണ് എടുത്തിട്ടുള്ളത്. പക്ഷേ ഇയാൾ മാത്രം ഫ്രാഗ്മെൻറ്റ് ചെയ്തിട്ടുള്ള ബാക്ടീരിയൽ പ്ലാസ്മിഡാം കൊണ്ടിട്ടാണ് പോകുന്നത്. പുള്ളി അതുകൊണ്ട് ദേ കണ്ടോ, ഇവിടെ മാത്രം ഒരു സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുന്നത്. അങ്ങനെ ആളതും കൊണ്ടിട്ട് അടുത്ത ഡോണറിൻ്റെ അടുത്തേക്കാണ് പോണത്. അടുത്ത ഡോണറിൻ്റെ അടുത്തേക്ക് കൊടുക്കുന്നു. എന്നിട്ട് വൈറൽ ജീനോമാണോ കൊടുക്കുന്നത്? അല്ല, ബാക്ടീരിയൽ ജീനോം തന്നെയാണ് ഇവിടെ കൊടുക്കുന്നത്. ഡോണർ ബാക്ടീരിയംസ് DNA എക്സ്ചേഞ്ച് സം പാർട്സ് ഓഫ് ദ റെസിപ്പിയൻ ബാക്ടീരിയം DNA. അപ്പോൾ ഇതിൻ്റെ ഒരു വേറെ പാർട്ടാണ് അങ്ങനെ വരുന്നത്. പക്ഷേ ഒരു 90% ഓഫ് വൈറസും വൈറൽ ജീനോം തന്നെയാണ് പാക്ക് ചെയ്യുക. ബാക്കിയുള്ളത് മാത്രമേ ഇങ്ങനെ വരും. സോ ഈ പറഞ്ഞിട്ടുള്ള എൻ്റെ ഒരു ഡിസ്ക്രിപ്ഷനാണ് ജനറലൈസ്ഡ് ട്രാൻസ്ഡക്ഷൻ. ഒക്കെ both lytic or lysogenic cycle. Random part of DNA get packed in bacteriophage by mistake along the viral genome. Viral genome മിസ്റ്റേക്ക് ആയിട്ട് ബാക്ടീരിയൽ, നമ്മൾ ലാസ്റ്റ് കണ്ടതാണ് ഇതിപ്പോൾ പറയുന്നത്. മിസ്റ്റേക്കണായിട്ട് പുള്ളി എന്താ ബാക്ടീരിയയുടെ ജീനോമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഇറ്റ് ഒക്കേഴ്സ് അറ്റ് ലൈറ്റിക് സ്റ്റേജ് ഓഫ് ദ ഫേജ് സൈക്കിൾ. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് നമ്മുടെ ജനറലൈസ്ഡ് ട്രാൻസ്ഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയ്തർ അവർ ആരുടെ എടുക്കുള്ളൂ, ഒന്നില്ലെങ്കിൽ ബാക്ടീരിയയുടെ ഫ്രാഗ്മെൻറ്റ് അല്ലെങ്കിൽ സ്വന്തം ഫ്രാഗ്മെൻറ്റ്. ഒരു മിക്സഡ് സ്റ്റേറ്റ് ആയിട്ട് കാണില്ല. മിസ്റ്റേക്കണായിട്ട് എടുക്കുന്നവർ മാത്രമാണ് എന്തെടുക്കുന്നത്? ബാക്ടീരിയയുടെ എടുക്കുള്ളൂ. അപ്പോൾ പക്ഷേ നമ്മൾ സ്പെഷ്യലൈസ്ഡ് നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഇത് ലൈസോജനിയാണ്, പക്ക ലൈസോജനിയാണ്. പ്രോഫേജ് എന്ന് പറഞ്ഞുള്ളൊരു സ്റ്റേജ് ആയിരിക്കും ഫോം ചെയ്യുന്നുണ്ടായിരിക്കുക. അത് കഴിഞ്ഞ് ഇൻഡക്ഷനിൽ വരുന്ന എറർ കാരണമാണ് എന്ത് സംഭവിക്കുന്നത്? ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, അത് ബ്രേക്ക് ചെയ്ത് കളയുന്നത്. ഇനി ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട് ഇരിക്കേണ്ട എന്നുള്ള രീതിയിൽ ബ്രേക്ക് ചെയ്ത് കളയുമ്പോൾ തെറ്റിയിട്ട് കുറച്ച് ഭാഗം മാത്രം ബാക്ടീരിയൽ ക്രോമസോം കൂടി എടുക്കുന്നതാണ് സ്പെഷ്യലൈസ്ഡ് പറയുന്നത്. സോ നമ്മൾ